ഇന്നിപ്പോൾ ഫ്ലിപ്കാർട്ടിലെയും മീഷോത്തെയും കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം കേട്ടോ. ഇത് ബർത്ത്ഡേയുടെ സമയത്ത് മേടിച്ചതാണ്. അപ്പോൾ ആദ്യം തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഐറ്റം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊരു കവായി സ്റ്റിക്കറാണ്. കവായി സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അധികം നല്ല ട്രെൻഡിങ് ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാശിയൊക്കെ പിടിക്കാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 20 പീസാണുള്ളത്. മൊത്തം ഒരു 100-200 സ്റ്റിക്കേഴ്സ് ഉണ്ടാവും കേട്ടോ, കൗണ്ട് ചെയ്തിട്ടില്ല. പിന്നെ അടുത്തത് വന്നിട്ടൊരു ജ്വല്ലറിയാണ്. 6 ചെയിൻ കേട്ടോ ഉണ്ട്. ഞാനിതിൻ്റെ ഓരോ ചെയിനും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കണം വിചാരിച്ചതാണ്, പക്ഷെ അതിൻ്റെ അത് മിസ്സായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കാണാൻ നല്ലൊരു എക്സറ്റിക് ലുക്ക് ഉണ്ടെങ്കിലും പക്ഷേ ഇത് മൊത്തത്തിൽ അത്ര വലിയൊരു നല്ല പ്രൊഡക്റ്റ് അല്ല. ഇതിൻ്റെ ചെയിന് ഒരൊറ്റ തവണ ഇട്ടതും പിന്നെ അതിൻ്റെ കളർ പോയി അത്രയും അങ്ങോട്ട് ഇഷ്ടമായില്ല. ഒരു വട്ടമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഈ 6 കൂടിയിട്ട് 124 രൂപ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് വന്നിട്ട് ഒരു കുർത്ത സെറ്റാണ് കേട്ടോ. ഇത് ഉമ്മാക്ക് മേടിച്ചതാണ്. ഈ ഒരു ക്യാഷിന് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അത്രയും വേർത്താണ്. 702 രൂപയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ദുപ്പട്ട ആയാലും പാൻ്റ് ആയാലും അടിപൊളിയായിരുന്നു. ഒരു യെല്ലോ കളറാണ് ഉണ്ടായിരുന്നത്. ഒരു അനാർക്കലി മോഡലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റും നല്ല ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു കുർത്തനെ. അതിൻ്റെ നിർത്തിയിട്ട് കാണിക്കണം വിചാരിച്ചു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കണതും ഒക്കെ, അപ്പോൾ അതുകൊണ്ട് വീഡിയോ നേരം പോലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ ഫ്ലിപ്കാർട്ടിലെയും മീഷോത്തെയും വീഡിയോസ് ആയിട്ട് ഞാൻ പിന്നെ വരാം. ബൈ.